from the time like we are young girls, external voices in the society are telling us what we should be doing. And the big trivial question, when we should get married. Today, we are going to talk about women and mental health. And I'm joined by my dear friend, Amrita Mohan. She is a consultant clinical psychologist at the Rajagiri Hospital in Alava. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കൊക്കെ പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പുറത്തെല്ലാവരും നോട്ടീസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് ആള് ഡൗൺ ആയൊരു പോയിന്റിലാണ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഗിൽറ്റാണ്. ഞാൻ ഇത് സഹിച്ചില്ലെങ്കിൽ ഐ എം നോട്ട് എ ഗുഡ് വുമൺ, അല്ലെങ്കിൽ ഐ എം നോട്ട് എ ഗുഡ് മദർ. ഈ ഒരു തോട്ടാണ് ആളെ പുഷ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ജെനുവിൻ കെയർ ഒരിക്കലും നെവർ അറ്റ് ദ കോസ്റ്റ് ഓഫ് യുവർ മെൻ്റൽ സ്റ്റെബിലിറ്റി, മെൻ്റൽ ക്ലാരിറ്റി, ഇമോഷണൽ ഓർ മെൻ്റൽ ഓർ ഫിസിക്കൽ വെൽബീയിങ്ങിനെ കോസ്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല. പലപ്പോഴും ആങ്കർ എന്ന് പറയുന്നത് സെക്കൻഡറി ഇമോഷനാണ്, പ്രൈമറി ഇമോഷൻ അല്ല. അതായത് അതിൻ്റെ അണ്ടർലൈങ് കോസ്, അതിന് പല റീസൺസ് കൊണ്ടാണ് നമുക്ക് ആങ്കർ വരുന്നത്. വി വിൽ ഹെൽപ്പ് യു ടു കണക്ട് വിത്ത് യുവർ ഇന്നർ സെൽഫ്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ഒരു ഔട്ടർ സെൽഫും ഇന്നർ സെൽഫും, ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് എന്നൊക്കെ പറയും. നമ്മൾ സെൽഫ് സാക്രിഫൈസ് ഒരിക്കലും നമ്മൾ സെൽഫ് വേർത്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യരുത്. ഈ റീൽസിലൊക്കെ കേട്ടൊരറിവിലാണ് നമ്മൾ നാർസിസം എന്ന് പറയുന്നത്. അത് ശരിക്കും ശരിയാവണമെന്നില്ല. നമ്മൾ ഈവൻ ടോക്സിസിറ്റി എന്ന് വിളിക്കുന്നത് പോലും പലപ്പോഴും കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് ആണ്. Good morning, everyone. My name is Anju. Welcome to the Women and Wealth series here at the Hedge Cafe. We'll be doing this episode that is titled Mind Matters, Money Matters in two parts. First, we will have a podcast with our guest, and second, we'll be having a financial health checkup with our financial planners. So, I want to start off with a thought. I think from the time like we are young girls, we are always told what to do. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് ചെറുപ്പത്തിൽ തൊട്ടേ നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എങ്ങനെ സംസാരിക്കണം, ആരോട് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എത്ര വോളിയൂമിൽ സംസാരിക്കണം ഒക്കെ വി ആർ ബീങ് ടോൾഡ്. എക്സ്റ്റേണൽ വോയിസസ് ഇൻ ദ സൊസൈറ്റി ആർ ടെല്ലിങ് അസ് വാട്ട് വി ഷുഡ് ബി ഡൂയിങ്. ആൻഡ് ദിസ് ഗോസ് ഓൺ getting louder and louder as we grow. അല്ലേ? How we should dress, who should be our friends, how we should walk, right? And കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് കരിയറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, റൈറ്റ്? ആൻഡ് സ്ലോലി ഇറ്റ് ഗോസ് ലൗഡർ ആൻഡ് ലൗഡർ. What should our job be like? How much should we earn? Right? And the big trivial question, when we should get married, who should we marry? And the questions keep on increasing. When we should have children, how many children we should have? അവരെ എങ്ങനെ വളർത്തുകയെന്ന് തീരുമാനിക്കുന്നത് ഈ എക്സ്റ്റേണൽ സൊസൈറ്റൽ വോയിസസ് ആണ്, അല്ലാതെ നമ്മളല്ല. ആൻഡ് ഇറ്റ് ജസ്റ്റ് കീപ്സ് ഓൺ ഇൻക്രീസിങ്. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒന്ന് പോസ് ചെയ്തിട്ട്, ഇതൊക്കെ നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന്? What is it doing to our mental health? Have you ever thought about it? Today, we are going to talk about women and mental health. And I'm joined by my dear friend, Amrita Mohan. She is a consultant clinical psychologist at the Rajagiri Hospital in Alava. And we are going to talk all things related to women and mental health. So, welcome to the podcast. Thank you. So, I wanted to ask you, there are so many concerns that we women face from the time we are growing up. In your clinical experience, have you seen any pattern that you have observed that women come to you for? നമുക്കങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ലെങ്കിലും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പലപ്പോഴും അണ്ടർലൈങ് ഫാക്ടർ ഈ പറയുന്ന റിലവൻസിൽ വരാറുണ്ട്. അതായത് സെൽഫ് സപ്രസ് ചെയ്യുക. നമ്മളെ തന്നെ നമ്മുടെ വോയിസസ്, ഇന്നർ വോയിസ് മിനിമൈസ് ചെയ്ത് നമ്മൾ വേറെ ഏതൊക്കെയോ സ്ക്രിപ്റ്റിൽ ലിവ് ചെയ്യുന്നത് ഒരു പോയിന്റിലെത്തുമ്പം എക്സോസ്റ്റഡ് ആയിട്ട് ഇപ്പോൾ ക്ലിനിക്കലി പ്രസൻറ്റഡ് ആവുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ക്ലിനിക്കൽ ടിപ്പിക്കൽ സിംറ്റത്തിലും പ്രസൻറ്റഡ് ആവാറുണ്ട്. അതല്ലാതെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കൊക്കെ പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എന്താ എൻ്റെ പ്രശ്നം എന്നറിയില്ല, ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്, ഐ നീഡ് ഹെൽപ്പ് എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലും വരാറുണ്ട്. ഈ രണ്ട് കേസിലും ഒരു മെജോറിറ്റി ഓഫ് ദ വിമനിൽ ഈ ഒരു അണ്ടർലൈങ് ഫാക്ടർ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഒരു സെൽഫ് സപ്രസിങ് ഇഫക്റ്റ്. നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്യാൻ യു ലെറ്റ് us know like
some cases that you have dealt with in these two scenarios. ഓക്കെ, റീസെൻ്റ്ലി വന്നിട്ടുള്ള 2 കേസസ് 2 സെനാരിയോയിലായിട്ട് പറയാം. ഒന്ന് ക്ലിനിക്കൽ സിംറ്റം പ്രസൻറ്റഡ് ആയിട്ടുള്ളതും, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രസൻറ്റഡ് ആയിട്ടുള്ളതും. ഫസ്റ്റ് വന്നത് സൈക്യാട്രിസ്റ്റ് റെഫർ ചെയ്യുമായിരുന്നു. ഡയഗ്നോസ്ഡ് ഡിപ്രഷനാണ്. 33-year-old വുമൺ, മാരീഡ്, ഒരു കിഡുണ്ട്, വർക്കിംഗ് അബ്രോഡ്. അവർ 3 പേരും അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ ഡയഗ്നോസ്ഡ് ഡിപ്രഷനിൽ സൈക്കോതെറപ്പി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വന്നിരിക്കുന്ന സെനാരിയോ. അപ്പോൾ ഞാൻ ആ കേസ് ഡീറ്റെയിൽ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആൾ കുറേ വർഷങ്ങളായിട്ട് ആൾ ലിവ് ചെയ്യുന്നൊരു ലൈഫ് വളരെ സഫോക്കേറ്റഡ് ആയിട്ട്, കൺട്രോൾഡ് ആയിട്ട്, വെരി വെരി അബ്യൂസീവ്, ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ എല്ലാ രീതിയിലും അബ്യൂസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കാലം ആളിങ്ങനെ ജീവിക്കുകയാണ്. അറ്റ് വൺ പോയിൻറ്റ് പുറത്തെല്ലാവരും നോട്ടീസ് ചെയ്യുന്നൊരു ലെവലിലേക്ക് ആൾ ഡൗൺ ആയൊരു പോയിന്റിലാണ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. സോ വൈ ഷീ ഡിഡ് ഇറ്റ് എന്നുള്ളത് മേ ബി മെനി റീസൺസ്. ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഗിൽറ്റാണ്. ഞാൻ ഇത് സഹിച്ചില്ലെങ്കിൽ ഐ എം നോട്ട് എ ഗുഡ് വുമൺ, അല്ലെങ്കിൽ ഐ എം നോട്ട് എ ഗുഡ് മദർ. ഈ ഒരു തോട്ടാണ് ആളെ പുഷ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഇനി വേറൊരു കോണ്ടെക്സ്റ്റിൽ ഒരു ലേഡി ഡയറക്ട്ലി കെയിം ടു മീ ആൻഡ് ഷീ ഈസ് ഇൻ ഹർ mid-50s. ആള് പറയുന്നത്, എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ ആൾക്കാർ എന്നെ കളിയാക്കും, നിനക്ക് എന്താ, വെറുതെ നിൻ്റെ തോന്നല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്കിനി എന്നെ അങ്ങോട്ട് പുഷ് ചെയ്യാൻ വയ്യ. എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് എന്താ പ്രശ്നം എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഞാൻ ഫിനാൻഷ്യലി വെൽ ഓഫ് ആണ്, അല്ലെങ്കിൽ ഫാമിലി ഉണ്ട്, എല്ലാ കാര്യങ്ങളും എനിക്ക് എല്ലാവരും ചെയ്തു തരുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഷീ സേസ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല, എനിക്കിനി എന്നെ പറ്റുന്നില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലാണെന്ന്. ഇതിനകത്ത് അണ്ടർലൈങ് ആയിട്ട് കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വുമൺ ലിവ് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എവറിത്തിങ് ഈസ് ഓക്കെ, ബട്ട് നെവർ ലിവ്ഡ് ഹെർ ഡ്രീം. അല്ലെങ്കിൽ ആൾക്കൊരു ഒപ്പീനിയൻ ഇതുവരെ ആൾ പറഞ്ഞിട്ടില്ല. ആൾക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടെന്ന് പോലും ആൾ മറന്നുപോയി. ആ ഒരു പാറ്റേണിൽ അങ്ങനെ ഈ 2 കോണ്ടെക്സ്റ്റിലും പ്രസൻറ്റഡ് ആവാറുണ്ട്. ചിലപ്പോൾ ടിപ്പിക്കൽ സിംറ്റത്തിൻ്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ഇതുപോലൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ഇതിനെ അപ്പം എങ്ങനെയാണ്, is there some term for this? What do you call this? Like when people come to you, is there a term for it clinically? ഓക്കെ, സൈക്കോളജിക്കലി ഒരു കോൺസെപ്റ്റ് പറയും, അതിന് സെൽഫ് സൈലൻസിങ് എന്നാണ് പറയാം. അത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡാന ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ ബേസ്ഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ആ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഒരു വുമൻ്റെ ഇമോഷണൽ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഒരു റിലേഷണൽ പ്രഷർ അല്ലെങ്കിൽ ഒരു സൊസൈറ്റൽ പ്രഷർ കൊണ്ട് ഷെയ്പ്പ് ചെയ്യപ്പെടുന്നത് എന്നാണ് ആ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. അതൊരു ലോങ് റണ്ണിൽ ആ പ്രഷർ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ വിമൻ ഇത് ഇൻറ്റേർണലൈസ് ചെയ്യും. ഈ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്ത് അതിൽ ലിവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പം ഒരുപാട് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, ഈവൻ പ്രിമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ, ഈറ്റിംഗ് ഡിസോർഡർ, അങ്ങനെ ഒരുപാട് ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക് സ്ലിപ്പ് ആവുന്നു എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് ക്ലിനിക്കൽ സൈക്കോളജിക്ക്. And how is this concept that you're saying, self-silencing, relevant today for all of us? ഇപ്പം നമ്മൾ ന്യൂസിലൊക്കെ എപ്പോഴും കേൾക്കാറില്ലേ, അതായത് ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇവൻ്റാണത്. ഒരു മിഡ് അല്ലെങ്കിൽ ഒരു ലേറ്റ് 20s അല്ലെങ്കിൽ ഒരു ഏർലി 30s വിമൻ ഒരുപാട് സഫർ ചെയ്ത് അതിൽ എൻഡിൽ ഒരു കമ്മിറ്റിംഗ് സൂയിസൈഡ് എന്ന് പറയുന്നത്, അത് പലപ്പോഴും ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാഗമായിട്ടാവാം, ആ ഒരു ഹ്യൂമിലിയേഷൻ്റെ ഭാഗമായിട്ടാവാം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വൺ എമംഗ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സെൽഫ് സൈലൻസിങ് ആണ്. അവർ ജനിച്ചതും വളർന്നതും ഒക്കെ ആ ഒരു സെൽഫ് സൈലൻസ് ചെയ്തൊരു പാറ്റേണിൽ അവരതങ്ങ് കണ്ടിന്യൂ ചെയ്യുക. വെൻ ടു മച്ച് പ്രഷർ കംസ് തീരെ പറ്റുന്നില്ല. ആ ഒരു പോയിന്റിലാണ് നമുക്ക് ഈ സൊസൈറ്റിയിൽ ഈ കറണ്ട് ടൈമിൽ റെലവൻ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇപ്പം സ്ത്രീ എന്ന് പറയുന്നത്, വിമൻ എന്ന് പറഞ്ഞാൽ വി ആർ ഇക്വേറ്റിംഗ് ഇറ്റ് ടു കെയർ, ജെന്യുവൻ കെയർ. ഫസ്റ്റ് വേർഡ് ദാറ്റ് കംസ് ടു അവർ മൈൻഡ് ഇസ് കെയർ. സോ ഈ സെൽഫ് സൈലൻസിങ്ങും ഈ കെയറും തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക? ജെന്യുവൻ കെയർ ഒരിക്കലും നെവർ അറ്റ് ദ കോസ്റ്റ് ഓഫ് യുവർ മെൻ്റൽ സ്റ്റെബിലിറ്റി, മെൻ്റൽ ക്ലാരിറ്റി, ഇമോഷണൽ ഓർ മെൻ്റൽ ഓർ ഫിസിക്കൽ വെൽബീയിങ്ങിനെ കോസ്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല.
ഈ സെൽഫ് സൈലൻസിങ് എന്ന് പറയുമ്പം അതൊരിക്കലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി നെഗ്ലക്റ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലീനെ കെയർ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ നമ്മളൊരു കൾച്ചറലി ഉള്ള നോംസും അല്ലെങ്കിൽ കൾച്ചറൽ വാല്യൂസും ഹോൾഡ് ചെയ്യരുതെന്നോ ഒന്നുമല്ല. ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അത് ജെന്യുവൻ കെയർ അല്ല. നമ്മൾ ആ ഒരു സമയത്ത് നമ്മളെ തന്നെ അബാൻഡൻ ചെയ്യുക, നമ്മളെ സൈലൻസ് ചെയ്യുക, നമ്മുടെ ഇമോഷൻസ്, നീഡ്സ് ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കുന്ന ഒരു പോയിന്റിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഇൻവിസിബിൾ ആവുക എന്നുള്ളൊരു ലെവലിലേക്ക് പോകുമ്പോഴാണ് അത് സെൽഫ് സൈലൻസിങ് ആവുന്നത്. യു ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് ബട്ട് അറ്റ് ദ സെയിം ടൈം യു ക്യാൻ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ടു. അല്ല, പക്ഷെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സൈലൻ്റ് ആവണം എന്നാണ്. ലൈക്ക് ബാക്കിയുള്ളവർ പറയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഐ തിങ്ക് ഫ്രം ചൈൽഡ്ഹുഡ് വി ആർ ഡൂയിങ് ദാറ്റ്. അപ്പോൾ ഈ സെൽഫ് സൈലൻസിങ് എന്ന് പറയുന്ന കാര്യം how can I differentiate, how can I change the way that the choices that I make with regard to this? Anything that is learned can be unlearned. അത് സൈക്കോളജിയിൽ പറയും. എന്ത് കാര്യം നമ്മൾ ലേൺ ചെയ്തതാണെങ്കിലും നമുക്കത് അൺലേൺ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ലേൺ ചെയ്ത ഒരു സ്ട്രാറ്റജി ആയത് ചിലപ്പോൾ നമ്മളൊരു ഫിയറിൻ്റെ ബേസിൽ ലേൺ ചെയ്തതായിരിക്കാം, ചിലപ്പോൾ നമ്മളെ സർവൈവൽ മോഡായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ടൂ മച്ച് റെസ്പോൺസിബിലിറ്റി ബൗണ്ട് ആയിട്ടായിരിക്കാം. ഇങ്ങനെ നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്കത് അൺലേൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുഡ് പാർട്ട് എന്ന് പറയുന്നത്. സോ യു ക്യാൻ അൺലേൺ എനിത്തിങ് ദാറ്റ് യു ലേൺ. ഓൺലി നമ്മളത് ചെയ്താൽ മതി. ബട്ട് ദിസ് സൊസൈറ്റൽ സ്ക്രിപ്റ്റ് that we have got, that is shaping all of us, how can we see ourselves differently? ഈ ഒരു സൊസൈറ്റൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, സൊസൈറ്റൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പല കാര്യങ്ങളും നമ്മളോട് പറയുമ്പോൾ നമ്മളറിയാതെ അത് ഇൻറ്റേർണലൈസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹസ്ബൻഡും വൈഫും വർക്കിംഗ് ആണ്, കുട്ടികളുണ്ട്. അപ്പോൾ രണ്ടുപേരും ഭയങ്കര ടയേർഡായിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടം കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ട്, ഷെയർ ചെയ്യുന്നൊരു ലെവലിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിലും ഹൂ ഹോൾഡ്സ് ദ ഗിൽറ്റ് ഇഫ് നോട്ട് ഡൺ? അത് വിമനാണ്. അത് ഈ പറയുന്ന സൊസൈറ്റൽ പ്രഷറിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ സൊസൈറ്റി നമ്മൾ പോലും അറിയാതെ, സൊസൈറ്റി എപ്പോഴും നമ്മളെ റീഇൻഫോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? അഗ്രിയബിൾ ആവുക അല്ലെങ്കിൽ സെൽഫ്ലെസ് ആവുക. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് പലപ്പോഴും സൊസൈറ്റി റീഇൻഫോഴ്സ് ചെയ്യുന്നത്. ഏതൊരു ബിഹേവിയറും റീഇൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെങ്തൻ ചെയ്യപ്പെടും. എനി ബിഹേവിയർ, അത് നമുക്ക് ഗുഡ് ഓർ ബാഡ്, ഈവൻ ടാൻട്രം, പലപ്പോഴും കുട്ടികളിലുള്ള ടാൻട്രം നമ്മളറിയാതെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് അത് സ്ട്രെങ്തൻ ചെയ്യുന്നത്. നമ്മൾ പക്ഷെ അവരെ ഭയങ്കര വാശിയുള്ള കുട്ടിയാന്ന് പറയും. അപ്പം അതേപോലെ തന്നെയാണ് വുമൻ്റെ കാര്യത്തിലും നമ്മളറിയാതെ റീഇൻഫോഴ്സ് ചെയ്ത് നമ്മളെ ആ സൊസൈറ്റൽ സ്ക്രിപ്റ്റ് ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുണ്ട് നമ്മളറിയാതെ. അപ്പം അങ്ങനൊരു രീതിയിലാണ് സൊസൈറ്റി നമ്മളെ ആ രീതിയിലേക്ക് ടേൺ ചെയ്യുന്നത്. നമുക്കിപ്പം ഈ പാറ്റേൺ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. We can unlearn all these things that we have been used to from the time we are born. What are some of the practical strategies you think that we can adopt on a daily basis to unlearn this silencing? ഏതൊരു കാര്യം, ഈ ഒരു കാര്യം എന്നല്ല, ഏതൊരു കാര്യവും നമ്മൾ ഫസ്റ്റ് ഒരു കാര്യം നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് സെൽഫ് അവെയർനെസ് ആണ്. നമ്മൾ അതിനെപ്പറ്റി അവെയർ ആയിരിക്കുക. എങ്ങനെയാണ് അവെയർ ആയിരിക്കുക? നമ്മളൊന്ന് പോസ് ചെയ്യണം. ഇഫ് സംതിങ് ഗോസ് റോങ് ഇൻസൈഡ് മീ എന്നുള്ളൊരു തോട്ട് വരുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ആദ്യം ചെയ്യുന്നത് എന്താ? ഡിസ്ട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഗിൽറ്റ് ചെയ്യിക്കും. ഞാൻ ബാഡാണ്, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അതവിടെ സൈഡ് ചെയ്ത് വെക്കാം. അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു സംതിങ് ഗോസ് റോങ് എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു പോസ്, റിഫ്ലക്റ്റ് ബാക്ക്, കുറച്ച് നേരം അത് എന്താണെന്ന് അറിയാനായിട്ട് ശ്രമിക്കുക. അവിടെയാണ് സെൽഫ് അവെയർനെസ്സിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇമോഷൻസ് ഓണർ ചെയ്യില്ല. നോബഡി സിറ്റ്സ് വിത്ത് ദ ഇമോഷൻ എപ്പോഴും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാറാണ്. ഇപ്പം ആങ്കർ വന്നു കഴിഞ്ഞാൽ നമ്മളത് റിയാക്ട് ചെയ്ത് തീർക്കുക, അങ്ങനെയല്ല. നമ്മൾ സിറ്റ് വിത്ത് യുവർ ഇമോഷൻ, ഫീൽ വാട്ട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആർ ഹാപ്പനിങ്, വാട്ട് മെൻ്റലി യു ആർ ഫീലിംഗ്. അതിനകത്ത് കുറച്ച് നേരം ഇരുന്ന് നമ്മളത് എന്താണ്, ഇപ്പം എനിക്ക് പലപ്പോഴും ആങ്കർ എന്ന് പറയുന്നത് സെക്കൻഡറി ഇമോഷനാണ്, പ്രൈമറി ഇമോഷൻ അല്ല. അതായത് അതിൻ്റെ അണ്ടർലൈങ് കോസ്, അതിന് പല റീസൺസ് കൊണ്ടാണ് നമുക്ക് ആങ്കർ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കറക്റ്റ് ചെയ്യണം. ഇമോഷണൽ റെഗുലേഷനൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈഫ് സ്കില്ലാണ്. അപ്പം ഇമോഷണൽ റെഗുലേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിറ്റ് വിത്ത് യുവർ ഇമോഷൻ, ഓണർ യുവർ ഇമോഷൻ ആൻഡ് ദെൻ കറക്റ്റ് എന്നുള്ളതാണ്. പിന്നെ നമ്മളെ വാല്യൂ ചെയ്യണം.
ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ വാല്യൂ ചെയ്തില്ല, നമ്മൾ ആ പ്രോസസ്സിൽ എവിടേക്കോ നമ്മൾ മറന്നു പോവാണ് നമ്മളെ വാല്യൂ ചെയ്യാനായിട്ട്. ആ വാല്യൂ നമ്മളെ വാല്യൂ ചെയ്തില്ലെങ്കിൽ ലോകത്ത് ആരും നമ്മളെ വാല്യൂ ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമ്മൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണോ ടൈമും മണിയും എനർജിയും ഒക്കെ ഷെയർ ചെയ്യുന്നത്, അതുപോലെ നമുക്ക് വേണ്ടിയും കൂടെ ടൈം കണ്ടെത്തുക, എനർജി കൊടുക്കുക, നമുക്ക് വേണ്ടിയിട്ടും കൂടെ ലിവ് ചെയ്യാൻ പഠിക്കുക. അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ ഈ സ്റ്റെപ്സൊക്കെ ഒരു ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇത് ഇത്രയും വർഷമായിട്ടുള്ളത് കൊണ്ട് മെനി പീപ്പിൾ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പം നോ പറയാൻ പഠിക്കണം. പലപ്പോഴും മാരേജ് നമ്മളല്ല ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് എവർ, ഇപ്പോൾ അഞ്ജു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമുക്ക് വേണ്ട എങ്കിൽ കൂടെയും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു മദർ ആവാൻ പ്രിപ്പയർഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു മാരിറ്റൽ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ പ്രിപ്പയർഡ് ആയിരിക്കില്ല. അങ്ങനത്തെ ഒരു പോയിന്റിൽ നമ്മൾ നോ പറയാന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ ബൗണ്ടറി കൃത്യമായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ സഫർ ചെയ്യുന്നത്. ഒരു അൺപ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു മദർ ആണെങ്കിൽ മദറിന് ശരിക്കും ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല കുട്ടീനെ. അപ്പം ടേക്ക് കെയർ പറ്റുന്നില്ല എങ്കിൽ ഷീ വിൽ ഹോൾഡ് ദ ഗിൽറ്റ്. അങ്ങനെയാണ് ആ പ്രോസസ്സ് പോകുന്നത്. ആ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, ഈ പറയുന്ന അത്രയും ഈസി അല്ല. അപ്പം ഇങ്ങനത്തെ കേസസിൽ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇതിലേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പറയുവാണ്. ബട്ട് ഇഫ് ഫീൽ ദാറ്റ് യു നീഡ് സം ഹെൽപ്പ്, ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് എന്നുള്ളത് എടുക്കാം. വാട്ട് വി ഡു ഇൻ തെറപ്പി ഇസ് നമ്മൾ ഈ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ we will help you to connect with your inner self. എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ഒരു ഔട്ടർ സെൽഫും ഇന്നർ സെൽഫും, ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് എന്നൊക്കെ പറയും, അതിൻ്റെ ഒരു അന്തരം എങ്ങനെയാണെന്ന് കാണിച്ചു തന്ന് അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, റിയലിസ്റ്റിക്കലി എങ്ങനെയാണ് ആ വോയിസ് ഹിയർ ചെയ്യേണ്ടത് എന്നുള്ളത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തെറപ്പിയിൽ ചെയ്യുന്നത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് ദ ട്രൂ വെൽത്ത് ഓഫ് എ വുമൻ? നമ്മൾ സെൽഫ് സാക്രിഫൈസ് ഒരിക്കലും നമ്മൾ സെൽഫ് വേർത്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യരുത്. യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്, സെൽഫ് സാക്രിഫൈസ് ഇസ് ഈക്വൽ ടു സെൽഫ് വർത്ത്. അവിടെ നമ്മൾ മാറ്റി തുടങ്ങണം. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ അലൗഡ് ടു ടേക്ക് യുവർ ഓൺ ഇമോഷണൽ സ്പേസ് ആൻഡ് യു ആർ അലൗഡ് ടു വോണ്ട് മോർ. ഒരുപാട് പേർക്ക് ഞാൻ ഇത്രയൊക്കെ ആഗ്രഹിക്കാൻ പാടുണ്ടോ എന്നുള്ളൊരു തോട്ടൊരു ഗിൽറ്റായിട്ട് പലപ്പോഴും ക്ലയൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പം ദോസ് തിങ്സ് ആർ അലൗഡ്. ഇപ്പം ഞാനെപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ബി ദ നറേറ്റർ ഓഫ് യുവർ ലൈഫ്, നോട്ട് ദ സപ്പോർട്ടിങ് ക്യാരക്ടർ ഓഫ് എവറിബഡി എൽസസ് ലൈഫ്. അപ്പം അങ്ങനെ നമ്മൾക്ക് വേണ്ടി ലിവ് ചെയ്ത് തുടങ്ങുന്നിടത്തിൽ നമ്മളിലേക്ക് ആ വെൽത്ത്, അത് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ വെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നർ വോയിസുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആ വോയിസ് ഹിയർ ചെയ്യുക, നമുക്ക് വേണ്ടിയും കൂടെ ജീവിക്കുക. ഇതൊരിക്കലും വേറെ ആർക്കും വേണ്ടി ജീവിക്കരുതെന്നല്ല, അല്ലെങ്കിൽ ഒരു ഫാമിലി ഹോൾഡ് ചെയ്യരുതെന്നല്ല. ഇതൊക്കെ വേണം. ഫാമിലി, കൾച്ചർ, റെസ്പോൺസിബിലിറ്റി, എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ആ പ്രോസസ്സിൽ നമ്മളെ അബാൻഡൻ ചെയ്യാതിരിക്കുന്നതാണ് നമ്മൾ ഏറ്റവും വലിയ വെൽത്തായിട്ടിരിക്കുന്നത്. ചെറിയ ചെറിയ സ്റ്റെപ്സിൽ അത് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ. ഓക്കെ, താങ്ക് യു. So now these are all the questions that I had for her. Do you all have any questions that you want to ask? Anything? This is something that we don't really talk about. It is difficult to talk about self-silencing, and I think it takes a lot of years that we've lived with it, that it is difficult to really, really put it into words. But if you all have any questions, we can take it. Sometimes we come across people who are narcissistic. So how do you deal with narcissistic? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ശരിക്കും ഉള്ളൊരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നതാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ക്ലിനിക്കിലൊക്കെ കാണുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഈ റീൽസിലൊക്കെ കേട്ടൊരറിവിലാണ് നമ്മൾ നാർസിസിസം എന്ന് പറയുന്നത്. അത് ശരിക്കും ശരിയാവണമെന്നില്ല. ഇപ്പം നമ്മളെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ഐഡിയലി ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും നമ്മൾ ക്ലിനിക്കിലൊക്കെ കണ്ടിരിക്കുന്നത് അത് ശരിക്കും നാർസിസം ആവണമെന്നില്ല. ആ കമ്പാറ്റബിലിറ്റി ഡിഫറൻസസ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. നമ്മൾ ഈവൻ ടോക്സിസിറ്റി എന്ന് വിളിക്കുന്നത് പോലും പലപ്പോഴും കമ്പാറ്റബിലിറ്റി ഇഷ്യൂസാണ് ഉണ്ടാവുക. റിയൽ ടോക്സിസിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ റിയൽ നാർസിസിസ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഡീൽ. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക എന്നുള്ളതാണ് റൈറ്റ് തിങ് ടു ഡു. We've grown up in a place where we've seen our mothers, sex side is probably generational. അതെ.
what are the things that probably we can do to help them? See, I know if I tell my mother to go and seek help, it's going to be like that never will do that. People will look down on me, right? Yeah. What are the small things that we can do to sort of ease them and, you know? സിമ്പിളായിട്ട് അവരെ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാൻ പഠിപ്പിച്ചാൽ മതി. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ചെയ്യേണ്ടതാണ്. അതായത് അവർക്ക് സ്വന്തം സന്തോഷിക്കാൻ പറ്റും എന്നൊരു കാര്യം പോലും അറിയില്ല ഒരുപാട് പേർക്ക്. ടേക്ക് ഹർ ഔട്ട്, ഒരു ഡിന്നറിന് കൊണ്ടുപോവുക, ഒരു ഡിപ്പെൻഡൻസി ഇല്ലാതെ ആളെ കൊണ്ട് 1-2 കാര്യങ്ങൾ ചെയ്യിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും ദർ ഇസ് ദ അതർ സൈഡ് എന്നുള്ളത്. അവിടെ നമുക്ക് സെൽഫ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രം ദെയർ യു ക്യാൻ ടേക്ക്. Like normalize going for therapy because it's still considered a very taboo. Everyone exercises, Yeah. do things for physical health, for mental health, even if you tell your close friends. Yeah. It will take time. It will take time. How do we go, like, do you have any strategies or any steps, like how do we normalize this? നമ്മൾ ഓരോരാളും ആ കറേജ് എടുക്കുക എന്നുള്ളതാണ്. ഐ ഗോ ഫോർ തെറപ്പി, സോ വാട്ട് എന്നുള്ള ഒരു ആംഗിളിലേക്ക് നമ്മളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ആ സൊസൈറ്റി മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ പല സെലിബ്രിറ്റീസും ദി ടോക്ക് ലൗഡ് അബൌട്ട് തെറപ്പി. അതൊത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 5 years മുമ്പ് കണ്ടിരുന്ന ഒരു പോയിന്റിലല്ല ഇപ്പോൾ തെറപ്പി ഇരിക്കുന്നത്. തെറപ്പിയിൽ ഇപ്പം ആൾക്കാർ വരുന്നത് പലപ്പോഴും എൻ്റെ മെൻറ്റൽ ഹെൽത്ത് എനിക്കൊന്ന് ബെറ്റർ ആക്കണം എന്നുള്ള ഒരു പ്രസൻറ്റിങ് നീഡുമായിട്ട് ഇപ്പോൾ കാണാറുണ്ട്. ആ ഒരു സൊസൈറ്റി ട്രാൻസ്ഫോം ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ്ലി നമുക്ക് ആ സ്റ്റിഗ്മ മാറ്റാൻ പറ്റുള്ളൂ. പക്ഷേ ഈച്ച് പേഴ്സൺ ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. Actually, how can we identify their self-emotions in the self-esteem? So, അതൊരു extreme ഒരു ലെവലായിട്ട് ആവാം maybe we identify and നമുക്ക് വേണ്ടി ഒരു ടൈം എടുക്കുന്നത്. യൂഷ്വലി അങ്ങനെയാണ്. So, before that, okay, the beginning stage is that this is our problem, we need to keep some time for us and ഒരു realization point or extreme level at the beginning stage how we can control. വിമന് ജനറലി ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു എബിലിറ്റി വളരെ കൂടുതലാണ് കമ്പയർഡ് ടു മെൻ. ആ ഇൻറ്റ്യൂഷൻ നമ്മൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്യും. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ പോയിൻ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ലിസൺ ടു യുവർ സെൽഫ് ഓൺ എ ഡെയിലി ബേസിസ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു.